നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആണൊരുത്ത് നെഞ്ചും പിരിച്ച് കട്ടക്ക് നിന്നപ്പോൾ ഇതാ പിണറായി വിജയന് ആകെ വിറയൽ. നീ പോമോനെ വിജയ. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പിണറായി വിജയന് കൊടുത്ത മറുപടി അങ്ങനെയായിരുന്നു. രേവന്ത് റെഡ്ഡി നേമത്തെ സ്ഥാനാർത്ഥി KS ശബരിനാഥിനൊപ്പം നടത്തിയ റോഡ് ഷോയിലായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ ഈ മാസ് ഡയലോഗ്. പിണറായി വിജയന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുവെന്നും കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും രേവന്ത് റെഡ്ഡി അന്ന് കട്ടയ്ക്ക് പറഞ്ഞു. അതിനു പിന്നാലെ രേവന്ത് റെഡ്ഡിയുടെ മറ്റൊരു കത്ത്. ആ കത്തിലും പിണറായി വിജയനെ നിശ്ചിതമായി വിമർശിച്ചു. ഒപ്പം നീ പോമോനെ വിജയൻ എന്നുള്ള പ്രയോഗവും. സംഗതി പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെ പിണറായിക്കിപ്പോൾ കലിപൊട്ടി. ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്നാണിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ സംവാദത്തിന് വെല്ലുവിളിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് പിണറായി വിജയൻ ഈ ഡയലോഗ് കാച്ചിയത്. ശമ്പളവും പെൻഷനും നിരന്തരം മുടക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിന് ഒന്നും പഠിക്കാനില്ല എന്നാണ് ഇപ്പോൾ പിണറായി വിജയന്റെ മറുപടി. കേരളത്തിൽ നിന്നും രേവന്ത് റെഡ്ഡിക്കാണ് ഭരണ നിർവഹണത്തിന്റെ പാഠങ്ങൾ പഠിക്കാനുള്ളത്. ജനക്ഷേമ മാതൃകകളെക്കുറിച്ച് പഠിക്കാൻ തെലങ്കാന മുഖ്യമന്ത്രിയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ: 56 വയസ്സുള്ള രേവന്ത് റെഡ്ഡിയുടെ പിതാവാകാനുള്ള പ്രായമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്. അദ്ദേഹത്തെ നീ പോമോനെ വിജയൻ എന്ന് സ്വന്തം ലെറ്റർ ഹെഡിൽ അധിക്ഷേപിച്ച രേവന്ത് റെഡ്ഡിയുടെ അല്പത്തത്തെക്കുറിച്ചോ ഭാഷാശുദ്ധിയെക്കുറിച്ചോ ഔചിത്യത്തെക്കുറിച്ചോ കമ എന്ന് മിണ്ടാത്ത ഒറ്റ ഒരാൾക്കും ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ടെന്ന പ്രതിവചനത്തെ ഓഡിറ്റ് ചെയ്യാൻ അവകാശമില്ല. അങ്ങനെയുള്ള ഓഡിറ്റർമാർക്കും കേരളീയരിൽ നിന്ന് കണക്കിന് കിട്ടാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേവന്ത് റെഡ്ഡി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. അതാണിപ്പോൾ പിണറായി വിജയന് ഇരിക്കപ്പുറതി ഇല്ലാതാക്കിയത്. നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയ G സുധാകരനെ ചെറ്റത്തരമെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ ആക്രമിച്ചിരുന്നു. വർഗവഞ്ചകനെന്നും ചെറ്റത്തരമെന്നും G സുധാകരനെ അധിക്ഷേപിച്ചുകൊണ്ട് നിരവധി പരിഹാസങ്ങൾ പിണറായി ചൊരിഞ്ഞിരുന്നു. കോന്നിയിൽ വെച്ച് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഒരു പാർട്ടി പ്രവർത്തകന് ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് സഖാവിനോട് പറഞ്ഞപ്പോൾ അപ്പോഴും പിണറായിക്ക് കലിപൊട്ടി. വീട്ടിൽ ചെന്ന് ചോദിക്ക് എന്നാണ് പിണറായി ആ പാവം പാർട്ടി സഖാവിനോട് പറഞ്ഞത്. ഭാഷയിൽ മര്യാദ ലെവലേശം പാലിക്കാത്ത പിണറായി വിജയന്റെ ഒരു പുതിയ മുഖമാണ് കുറെ കാലമായി കേരളം കാണുന്നത്. മാധ്യമപ്രവർത്തകരോടും യൂട്യൂബേഴ്സിനോടുമൊക്കെ ചിരിച്ചും തമാശ പറഞ്ഞും അഭിമുഖങ്ങൾ നൽകിയ പിണറായി വിജയനിൽ നിന്ന് ഇടയ്ക്കിടെ വിഷം പുറത്തേക്ക് വമിക്കും. എന്നാൽ പിണറായി വിജയനോട് കട്ടയ്ക്ക് നിൽക്കുകയാണ് ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അതാണ് പിണറായിയെ ഇത്രമേൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പിണറായി വിജയ, എൻ്റെ നാട്ടിലേക്ക് വരൂ, ഞാൻ വിമാന ടിക്കറ്റ് അയച്ചു തരാം. തെലങ്കാനയിൽ വന്നാൽ താങ്കൾക്ക് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണാം എന്നാണ് രേവന്ത് റെഡ്ഡി നേരത്തെ പിണറായിയോട് പറഞ്ഞത്. പ്രകടന പത്രികയിൽ തങ്ങൾ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പാക്കി എന്ന് രേവന്ത് റെഡ്ഡി പിണറായിയോട് പറഞ്ഞു. വ്യാഴാഴ്ച കൊച്ചിയിൽ UDFന്റെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ ഈ വാക്കുകൾ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വത്തിന് പോലും സുരക്ഷയില്ല. പിണറായി വിജയനും നരേന്ദ്രമോദിയും സഹോദരങ്ങളെപ്പോലെ. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങളെ എതിർക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞിരുന്നു. നീ പോമോനെ വിജയ എന്ന് സിനിമാ ഡയലോഗ് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചത് ശരിയാണോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മോദിയെപ്പോലെ സംസാരിക്കാൻ തനിക്കാവില്ല, മുഖ്യമന്ത്രിയെ വിമർശിക്കാതിരിക്കാൻ താൻ മോദിയല്ല എന്നുമായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ മറുപടി. പിണറായി വിജയന്റെ ട്വീറ്റുകൾ അതീവ താല്പര്യത്തോടും ബഹുമാനത്തോടും കൂടിയാണ് താൻ വായിച്ചിരുന്നത്. എന്നാൽ അതിൽ പല തെറ്റായ പ്രസ്താവനകളും വിട്ടുപോയ കാര്യങ്ങളുമുണ്ടെന്ന് തനിക്ക് തോന്നി. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് ഒരു തുറന്ന കത്താണ് രേവന്ത് റെഡ്ഡി അയച്ചത്. ഈ കത്തിലും നീ പോ മോനെ വിജയ എന്നുള്ള കുറിപ്പ്. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന സൂചികയിൽ 79 പോയിന്റോടെ കേരളം ഒന്നാമതെത്തി എന്ന പിണറായി വിജയന്റെ അവകാശവാദവും തെലങ്കാന മുഖ്യമന്ത്രി പൊളിച്ചടുക്കി. പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിന്റെ ഫലമാണിത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി K കരുണാകരന്റെയും
ക്ഷേമവും വികസനവും തുല്യമായി കൊണ്ടുപോയ ഉമ്മൻചാണ്ടിയുടെയും പ്രവർത്തനങ്ങൾ ഇതിലുണ്ട് എന്ന് രേവന്ത് റെഡ്ഡി തുറന്നടിച്ചു. കേരളത്തിന്റെ ദാരിദ്ര്യ നിരക്ക് 0.55% കുറഞ്ഞത് ഇടത് വലത് മുന്നണികളുടെ പരിശ്രമങ്ങളും ഗൾഫിൽ നിന്നുള്ള പണവും മൂലമാണ് എന്ന് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നരസിംഹം എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ "നീ പോമോനെ ദിനേശ" എന്ന സംഭാഷണത്തോടെ രേവന്ത് റെഡ്ഡി തന്റെ കത്ത് അവസാനിപ്പിച്ചു. തെലങ്കാനയിൽ ഹാട്രിക് വിജയം സ്വപ്നം കണ്ട KC ചന്ദ്രശേഖർ റാവുവിനും ഭാരത് രാഷ്ട്ര സമിതിക്കും കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ടാണ് രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി തെലങ്കാനയിൽ അധികാരമേറ്റെടുത്തത്. 2023-ൽ 2014-ൽ സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം 3-ാം തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവുവിന്റെ പതനത്തിന്റെ സൂത്രധാരൻ ഇതേ രേവന്ത് റെഡ്ഡി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രേവന്ത് റെഡ്ഡി കേരളത്തിന്റെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിരവധി തെരഞ്ഞെടുപ്പ് പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. KPCC ഓഫീസിലിരുന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അദ്ദേഹം നേരിട്ട് നിയന്ത്രിക്കുന്നു. അസാധാരണമായ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണ് രേവന്ത് റെഡ്ഡി എന്ന രാഷ്ട്രീയ നേതാവിൽ നമ്മൾ കാണുന്നത്. PCC അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിയുടെ ഉജ്ജ്വല പ്രവർത്തനങ്ങളുടെ മികവായിരുന്നു അന്ന് തെലങ്കാനയിലെ വിജയം. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വെറും 56 വയസ്സ്. സ്വദേശം മഹ്ബൂബ് നഗർ ജില്ല. നേരത്തെ തെലങ്കാനയിലെ മൽക്കജ്ഗിരി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന രേവന്ത് റെഡ്ഡി യുവാക്കളുടെ ഹീറോയാണ്. 2021 ജൂണിൽ രേവന്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തി. തെലങ്കാനയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് 5 തവണ MP ആയിരുന്ന ജയ്പാൽ റെഡ്ഡിയുടെ അനന്തരവൾ ഗീതയാണ് രേവന്തിന്റെ ഭാര്യ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ABVP പ്രവർത്തകൻ. 2006 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചു. 2007-ൽ നിയമസഭാ കൗൺസിലിൽ സ്വതന്ത്രൻ. തെലുങ്ക് ദേശം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിൽ ആകൃഷ്ടനായി രേവന്ത് പിന്നീട് TDPയിൽ അംഗമായി. അവിടെ നിന്ന് കോൺഗ്രസിലേക്ക്. 2009-ൽ ആന്ധ്രാപ്രദേശിലെ കോടങ്കൽ നിയമസഭയിൽ TDP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രേവന്ത് മികച്ച ഭൂരിപക്ഷത്തോടെ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2014-ൽ ആന്ധ്ര വിഭജിച്ചു. തെലങ്കാന രൂപീകരിച്ചതിന് ശേഷം നടന്ന തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേവന്തിന് വിജയിക്കാനായി. തുടർന്ന് TDPയുടെ തെലങ്കാന കക്ഷി നേതാവായി. 2017-ൽ രേവന്തിന്റെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് നീക്കി. പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറി. ഒടുവിൽ 2017 ഒക്ടോബറിൽ രേവന്തിന്റെ കോൺഗ്രസ് പ്രവേശനം. 2018-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി. രേവന്ത് റെഡ്ഡി അത്ര നിസ്സാരക്കാരനല്ല എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് പിണറായി രേവന്തിനോട് പറയുന്നത്, "ഡാഷ് മോനെ രേവന്തെ, മറുപടി വരുന്നുണ്ട്." രേവന്ത് റെഡ്ഡിക്ക് വിശാലമായ മറുപടി പറയുന്നുണ്ടെന്നും തൽക്കാലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികളുണ്ട്, മര്യാദകളുണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ വന്നിട്ടുള്ളത്? ഇതൊക്കെ അദ്ദേഹം സ്വയം ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായി ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ മറുപടി ഇപ്പോൾ വിശദമാക്കുന്നില്ല. രേവന്ത് റെഡ്ഡി കട്ടയ്ക്ക് കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിനിടങ്ങിയതോടെ മറുവശത്ത് പിണറായി വിജയന്റെ വെല്ലുവിളികൾ ദുർബലമാകുന്നു. ഇത് രേവന്ത് റെഡ്ഡിയാണ് എന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുന്നു. കടക്കുപുറത്ത് എന്ന് രേവന്ത് റെഡ്ഡിയോട് പറയാൻ പിണറായി വിജയൻ ആർജവമില്ല. കാരണം നട്ടെല്ലുയർത്തി തന്നെയാണ് രേവന്ത് ഈ കേരളത്തിലെത്തി പ്രചരണം നയിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.